വീട്ടിൽ രണ്ട് മദ്യസൂത്രമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ഈ കയറി വരുന്ന മെയിൻ ഡോറിന് നേരെ നേർക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്കൊരു ഹോള് കാണാൻ പറ്റുക. ഇതാണ് ഒന്നാമത്തെ ഈ വീട്ടിൻ്റെ സൂത്രം. ഇനി രണ്ടാമത്തെ സൂത്രം, ഈ വീടിൻ്റെ മൊത്തം വീതിയുടെ നേർ പകുതിയിലാണ് അടുത്ത സൂത്രം ഉള്ളത്. അതായത് ഇത് എവിടെയായിട്ട് വരുക, വീടിൻ്റെ മൊത്തം കണ്ട അതെ മൊത്തം വീതിയുടെ നേർ പകുതിയിലുള്ള സൂത്രം രണ്ടാമത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വീടിന് രണ്ട് സൂത്രം ഇട്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് കാര്യമായാലും നമുക്ക് ജീവിതാനുഭവത്തിൽ വരുന്നത് വരെ നമുക്കതൊക്കെ വെറും കെട്ടുകഥകളായിരിക്കും. അതിപ്പോൾ ദൈവമായാലും ജ്യോതിഷമായാലും വാസ്തുശാസ്ത്രമായാലും എല്ലാം നമ്മളെ സംബന്ധിച്ച് അതൊക്കെ വെറും കെട്ടുകഥകൾ, ഇല്ലാ കഥകളായിരിക്കും. ഒരു കാലത്ത് ഞാനും അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, ആ ഒരു കാറ്റഗറിപ്പെട്ട വ്യക്തിയായിരുന്നു. എനിക്കും ഈ പറയുന്ന ദൈവമോ അല്ല വാസ്തുശാസ്ത്രം ജ്യോതിഷം എല്ലാം വെറും കെട്ടുകഥകളായിരുന്നു. പക്ഷെ എന്നെ ഇതിലേക്ക് നയിച്ചത്, ഇത് പഠിക്കാനും ഇതിനെക്കുറിച്ച് അറിയാനും ഈ ഒരു മേഖലയിലേക്ക് നയിച്ചത് എനിക്ക് വന്നതോ അല്ല എൻ്റെ ബന്ധുക്കൾക്കോ അല്ല എനിക്ക് അടുത്തറിയുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഞാൻ ഈ ഒരു വീട്ടിലേക്ക് ഇറങ്ങിയതും അതിനെക്കുറിച്ച് ആഴത്തിലേക്ക് പഠിച്ചു തുടങ്ങിയതും ഈ പറയുന്നതിലേക്ക് 100% സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെടുത്ത വീടിന് 2 മദ്യസൂത്രം ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ റീസൺ പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചു പോകാം. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ മദ്യസൂത്രത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ദൈവത്തിലോ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിലോ വാസ്തുശാസ്ത്രത്തിലൊന്നും വിശ്വസിച്ച ഒരാളല്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ആളായിരുന്നു. അല്ലാതെ എല്ലാവരും അത് കന്നിമൂല, മറ്റേ മൂല, അഗ്നിമൂല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനോടൊക്കെ ഒരു പരിഹാസം. ഈ ഒരു കാലത്ത് ഞാൻ സയൻസിൽ മാത്രം വിശ്വസിച്ച ആളായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നു, ഈ ഒരു കാലത്ത് ഇങ്ങനത്തെ മണ്ടന്മാരൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ചിന്താഗതിയിലും അവരൊക്കെ മനസ്സുകൊണ്ട് പരിഹസിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു കുറച്ച് വർഷം മുമ്പ് വരെ ഞാനും. പക്ഷെ പിന്നെ എൻ്റെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ഒരു റിലേറ്റീവ് ആളെന്ന് വെച്ചാൽ ഭയങ്കര ഹൈ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന, മാസത്തിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ഒരാള്, അത്രയും ഉയർച്ചയുള്ള ആളോട് പെട്ടെന്നൊരു വീടെടുത്ത് അന്ന് തൊട്ട് അയാളെ പതനം ആരംഭിച്ചു. അപ്പോഴും പലരും പറയുന്ന അയാളെ വീട്ടിൽ കന്നിമൂലയിലെ ടോയ്ലറ്റ്, അയാൾ എടുത്ത സ്ഥലത്ത് കുറെ ശവങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്തായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഞാനതൊക്കെ കേൾക്കാറുണ്ട് എല്ലാവരും പറയുന്നതും. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ അവർക്ക് പെട്ടെന്ന് രോഗം വരികയോ അവർ മരിച്ചു, അല്ല അവരെ വേണ്ടപ്പെട്ട മോൻ മരിക്കുന്നു, സൂയിസൈഡ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്കെന്തോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു തുടങ്ങി. അപ്പം അതിനനുബന്ധിച്ച് തന്നെ ഞങ്ങളുടെ അയൽപ്പക്കത്ത് ഒരാൾ വീട് റിനോവേഷൻ കഴിഞ്ഞ് കന്നിമൂലയിൽ ടോയ്ലറ്റൊക്കെ എടുത്തപ്പോൾ അവിടെയുള്ള ഗൃഹനാഥി പെട്ടെന്ന് ഇതുപോലെ മരണപ്പെടുകയുണ്ടായി. വീണ് കിടപ്പിലായി മരണപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത കസിൻ വീട്ടിലൊരു കന്നിമൂലയിൽ ടോയ്ലറ്റ് എടുത്തതിന് ശേഷം അവിടെയുള്ള ഗൃഹനാഥനും പെട്ടെന്ന് അസുഖം വന്ന് മരിച്ചു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഇതിലൊക്കെ എന്താ സത്യം ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും അത് സംബന്ധിച്ചുള്ള ഫേസ്ബുക്കിലൊക്കെ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് വാസ്തുശാസ്ത്രം. എനിക്കിത് അറിയണമെന്നൊരു ഭയങ്കര ആഗ്രഹം. അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് അപ്പോൾ പറയുന്നതിലൊക്കെ ഒരുപാട് സത്യം, പല അനുഭവങ്ങൾ തുറന്ന് പറയുന്നുണ്ട് ആ ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എനിക്ക് കൂടുതൽ പഠിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് കൂടി വരികയും ഞാനിങ്ങനെ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ കസിൻസിൻ്റെ വീട്ടിലൊക്കെ ഈ ദുരിതം പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന വീടിനൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെയൊക്കെ എങ്ങനെ ഈ വാസ്തു എങ്ങനെയാണ് ഈ റിലേറ്റായി കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ പറഞ്ഞതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ യോജിക്കുന്നുണ്ട്. വാസ്തുശാസ്ത്രം പറഞ്ഞ എല്ലാ കാര്യവും എന്നല്ല, ഈ മരണച്ചുറ്റ് അതൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങളോ അങ്ങനത്തെ ഒരുപാട് പേടിപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കുന്നതും പൈസ അവരെ മാറ്റുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. വരും വീഡിയോ ഞാനതൊക്കെ ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ പറയുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഛർദ്ദിക്കുന്നതല്ല. എൻ്റെ അനുഭവത്തിലുള്ളത് മറ്റുള്ളവർക്ക് ഞാൻ നേരിട്ട് കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ
ഈ ചില കാര്യങ്ങളൊക്കെ വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറ്റട്ടാണ്. അത് നമ്മളെ ജീവിതത്തിൽ എന്തായാലും നടക്കും. അപ്പോൾ ഞാൻ ഇതിനോട് കൂടുതൽ അടുത്ത് എനിക്ക് ഭയങ്കര വിശ്വാസം വന്നു. ഈ വാസ്തുശാസ്ത്രം പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ ജ്യോതിഷമായിട്ടുള്ള നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്കും കൂടി നമ്മൾ കണക്റ്റ് ആവും. കാരണം നമ്മളെ ജാതകവും നമ്മളെ ജാതകത്തിലെ വീട് എങ്ങനെ എടുക്കുന്നു എല്ലാം ഇങ്ങനെ കണക്റ്റായി വന്നിട്ട് സത്യം പറയാൻ ഞാനൊരു ഭയങ്കര അന്ധവിശ്വാസമായി മാറി. അന്ധവിശ്വാസം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എന്താ പറയാ, എനിക്ക് മൊത്തത്തിൽ അന്ധവിശ്വാസി എന്നല്ല പറയാം, ഭയങ്കര വിശ്വാസമായി. ഇതിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അതിഭയങ്കരമായിട്ടുള്ള വിശ്വാസം കൂടി വന്നു. എന്നോട് ഹസ്ബൻഡ് പറയുന്നു ഇത്രയൊന്നും വേണ്ട, കുറക്കുന്നു. പക്ഷെ എന്താ എനിക്ക് വിശ്വാസം വരാനുള്ള കാരണം എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ പലതും നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വസിച്ച് പോകുന്നു ഇതൊക്കെ ഉള്ളതാണെന്നുള്ള. അതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊരു തരത്തിലല്ല. അതായത് നമ്മളിപ്പോൾ ഒരു വീടെടുക്കാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങുന്ന ആ നിമിഷം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളെ ജീവിതം മൊത്തത്തിൽ കോഞ്ഞാട്ടിയാവും, 100% ഉറപ്പ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാം. പിന്നെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ 2 മധ്യസൂത്രം ഇട്ടതെന്ന്. അങ്ങനെ ഞാനൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് വരുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഇവിടെ ആ ഒരു കൊറോണ ടൈമിൽ വീടെടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സ്ഥലമൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിന് പിടിക്കുന്ന ഒരു സ്ഥലവും ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ റേറ്റ് തമ്മിൽ ഇഷ്ടപ്പെട്ട പിന്നെ പ്രൈസ് ഭയങ്കര അധികമായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നപ്പോൾ അവസാനം ഒരു സ്ഥലം കണ്ടെത്തി. ഞങ്ങൾ അവിടെ വീടും വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ അത്രയും ഈ വിശ്വസിക്കുന്നു വാസ്തുശാസ്ത്രത്തിൽ. അപ്പോൾ ഏകദേശം ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ട് ബാലപാഠങ്ങളൊക്കെ പഠിച്ച് ഞാൻ തന്നെ ഒരു പ്ലാൻ വരച്ച് വീടിൻ്റെ. എന്നിട്ട് ആ പ്ലാൻ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെയുള്ള വാസ്തുശാസ്ത്രം സംബന്ധിച്ചുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഞാൻ അഭിപ്രായം ചോദിച്ചു. എങ്ങനെയാ ഈ പ്ലാൻ എന്തെങ്കിലും വാസ്തുപരമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ ഒരു 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ഓരോ വാസ്തുശാസ്ത്ര വിദഗ്ധർ വന്നിട്ട് അത് പ്രശ്നം ഇത് പ്രശ്നം, എല്ലാവരും ഒരേ രീതിയിലല്ല പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം ഈ വാസ്തുശാസ്ത്രം പഠിച്ചെന്ന് പറയുന്ന വിദഗ്ധരൊക്കെ പല തരത്തിലാണ് ഇതിൻ്റെ അഭിപ്രായം പറയുന്നത്. അതിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വിഷയം. മധ്യസൂത്രത്തിന്റെ കാര്യത്തിൽ അവർ പറഞ്ഞത്, ചിലർ പറയും മധ്യസൂത്രം എന്ന് വെച്ചാൽ നിങ്ങളെ മെയിൻ ഡോറിന് നേർക്ക് വേണം, ഒരു മെയിൻ ഡോറിന് നേർക്കൊരു ജനവാതിലോ അല്ലെങ്കിൽ അവിടെ ഒരു തടസ്സം പാടില്ല. നിങ്ങൾ ഈ ചുമരാണ്, ആ ചുമര് പാടില്ല, അവിടെ എന്തെങ്കിലും ഒരു ജനവാതിലോ അല്ലെങ്കിൽ ഒരു ഹോളങ്ങ് ഇട്ട് കൊടുക്കണമെന്ന് ചില കൂട്ടർ പറയുമ്പോൾ മറ്റു ചിലർ പറയും നിങ്ങളെ വീടിന്റെ മൊത്തം വീതിയുടെ നേർ പകുതിയിൽ അവിടെയാണ് മധ്യസൂത്രം വേണ്ടതെന്ന് മറ്റു ചിലർ വാദിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇതിൽ ഏതാണ് ശരിയെന്നത്. ഞാൻ മനസ്സിലായില്ല. ചിലർ പറയും നമ്മളെ മെയിൻ ഡോറ് വാതിക്കലെ സിറ്റ് ഔട്ടിനുള്ള ആ ഡോറിന്റെ നേർക്ക് ഒരു തടസ്സവും ചുമരോ ഒന്നും പാടില്ല, അവിടെ ഒരു ഹോളോ അല്ല ജനലോ കാറ്റിന് അതായത് വായുവിന് സുഖമായിട്ട് പാസ് ചെയ്തു പോകാൻ ഒരു ഹോളോ എന്തെങ്കിലും വേണം എന്ന് പറയുമ്പോൾ മറ്റു ചിലർ പറയുന്നത് വീടിന്റെ മൊത്തം വീതിയുടെ പകുതിക്കാണ് ഇങ്ങനെയൊരു സംഭവം വേണ്ടതെന്ന്. ശരിക്കും ഈ മധ്യസൂത്രം നമുക്ക് വീട്ടിൽ വരുന്ന ഈ എയറൊക്കെ ഒന്ന് പുറത്തേക്ക് പാസ് ചെയ്ത് പോയി വായു സഞ്ചാരം ഉണ്ടാക്കൂ എന്നതായിരിക്കും ലക്ഷ്യം. അല്ലാതെ ഈ എയറൊക്കെ കെട്ടിക്കിടന്ന് നമുക്ക് തന്നെ അതൊരു ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. വീടിന് മൊത്തം എയർ കെട്ടിക്കിടക്കുക, ഒരു ബാഡ് സ്മെല്ല് വരിക. അപ്പം വീടിന്റെ മൊത്തം ഈ എയറൊക്കെ പാസ് ചെയ്ത് പോകാനാണ് പണ്ടുള്ള ആൾക്ക് മധ്യസൂത്രം എന്ന് പറഞ്ഞിട്ടും യമസൂത്രം, അതായത് തെക്ക് നിന്ന് വടക്കോട്ടേക്ക് യമസൂത്രം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ കർണസൂത്രം, കോൺ ടു കോൺ, വീടിന്റെ ഒരു കോണിൽ നിന്ന് മറ്റേ കോണിലേക്ക്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് വീടിന് നല്ല വായു സഞ്ചാരം ലഭിക്കൂ എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ ഈ വാസ്തുശാസ്ത്ര വിദഗ്ധർ പറയുന്നത് വീട്ടില് മഹാലക്ഷ്മിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ മധ്യസൂത്രം. പിന്നെ യമസൂത്രം എന്ന് പറയുന്നത് തെക്ക് നിന്നുള്ള യമദേവന് വടക്കോട്ടേക്ക് പോകാൻ ഒരു ബ്ലോക്കും ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ബ്ലോക്ക് ഉണ്ടായ വീട്ടിൽ ഈ പലതരത്തിലുള്ള ദുരിതം, ദുർമരണം ഇങ്ങനത്തെ പലതും നടക്കുമെന്നാണ് പറയുന്നത് യമസൂത്രമൊന്നും ഇല്ലെങ്കിൽ. പിന്നെ കർണസൂത്രത്തെക്കുറിച്ച് ആരും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു എന്നാൽ പിന്നെ ഞാനും ഈ വാസ്തുശാസ്ത്രം കോഴ്സൊന്നും പഠിക്കാം. അപ്പം ഞാൻ മനുഷ്യാലയ ചന്ദ്രിക, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബുക്കാണല്ലോ വാസ്തുശാസ്ത്രം, മനുഷ്യാലയ ചന്ദ്രിക അടക്കം ഞാൻ തമിഴിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ ഒരുപാട് ബുക്കുകൾ പഠിച്ച് ഈ കോഴ്സ് പാസ്സായി. അപ്പോൾ സത്യം പറയാതെ ഈ എല്ലാ ബുക്കിലും ഇവർ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ മധ്യസൂത്രം എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടോ അല്ല പടിഞ്ഞാറ് ഫേസ് ആയിട്ടുള്ള വീടിന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടൊക്കെ ഉള്ള ഒരു വായുവിന് സുഖമായി സഞ്ചരിക്കാനുള്ള ഒരു ഹോളാണ് മധ്യസൂത്രം എന്ന് പറയുന്നത്.
അത് കിഴക്കോട്ടാണ് നിങ്ങളുടെ വീടെങ്കിൽ, കിഴക്കോട്ട് മുഖമായിട്ടുള്ള വീടാണെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, പടിഞ്ഞാറോട്ട് മുഖമായിട്ടുള്ള വീടാണെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. അതിനാണ് ഇത് പറയുക, ഈ മധ്യസൂത്രം. ഇനി നിങ്ങളെ വീട് മുഖം തെക്കോട്ടാണ്, തെക്ക് നിന്ന് വടക്കോട്ടുള്ള സൂത്രത്തിന് യമസൂത്രം എന്നാണ് പറയുക. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. തെക്കോട്ട് ഫേസ് ആയിട്ടുള്ള വീടാണെങ്കിൽ നിങ്ങൾ അത് മധ്യസൂത്രം എന്നല്ല പറയുക, അത് യമസൂത്രമാണ്. യമദേവന്, തെക്ക് നിന്നുള്ള ദേവനായ യമദേവന് കടന്നു പോകാനുള്ള സൂത്രം എന്നാണ് ഈ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. അതും ഈ ഓരോ ബുക്കിലും പറയുന്നത് കാര്യം. ചിലർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ മെയിൻ ഡോറിന് നേർക്ക് ഒന്നും പാടില്ല, ഒരു തടസ്സവും പാടില്ലെന്നും മറ്റു ചിലർ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വീടിന്റെ മറ്റു ചിലരല്ലേ ബുക്കുകൾ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ബുക്കുകൾ പറയുന്നത് വീടിന്റെ നേർപകുതിയുടെ വീതിയുടെ മൊത്തം പകുതിക്ക് വേണം ഈ സൂത്രം ഇടണമെന്നൊക്കെ. അപ്പോൾ ഈ എല്ലാ ബുക്കിലും, ഈ തമിഴിലുള്ളതായിക്കോട്ടെ മനുഷ്യരുടെ ചന്ദ്രയിലായിക്കോട്ടെ, അപ്പം മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആർക്കാരുണ്ടാവും. അപ്പോൾ എനിക്കും ഉണ്ടായി. ഇപ്പൊ ആരെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഏത് ബുക്ക് വിശ്വസിച്ച് വേണം ഇത് സൂത്രം ഇടാൻ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ആണ് ഞങ്ങളിവിടെ ഞാൻ വരച്ച പ്ലാനിന് 2 സൂത്രം കൊടുത്തത്. അതായത് മെയിൻ ഡോറിന് നേർക്കൊരു സൂത്രവും പിന്നെ മൊത്തം വീതിയുടെ പകുതിക്ക് ഒരു സൂത്രവും കൊടുത്ത് അങ്ങനെ പ്ലാൻ ഉണ്ടാക്കി. അത് ഉത്തമ ചുറ്റളവില്. അപ്പൊ ചുറ്റളവ് നിങ്ങളിപ്പം അതിനെക്കുറിച്ചൊന്നും നിങ്ങളാരും ഈ വീടെടുക്കുമ്പോൾ ചുറ്റളവ് നോക്കി എടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഉത്തമ ചുറ്റളവിലൊക്കെ ഞാൻ പ്ലാൻ വരച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണമുണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ താമസിക്കാൻ മുതൽ ഞങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഒരു ദോഷം ഉണ്ടായിട്ടില്ല. ദോഷം ഉണ്ടായ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു മണി പ്ലാന്റ് വെച്ചിട്ടില്ല. അത് നിങ്ങൾ അന്ധവിശ്വാസം എന്ന് പറയുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് വേണം അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം. ഒരു ടൈപ്പ് മണി പ്ലാന്റ് വീട്ടിൽ വെച്ചാൽ നമുക്ക് ദോഷം വരുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നും പിന്നെ ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്നും ഉണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പോൾ പലരും കമന്റ് ചെയ്തു, സത്യമാണ് ഈ ഒരു പ്ലാന്റ് വെച്ചപ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ പ്രശ്നം വന്നത്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം. നിങ്ങൾക്ക് വീഡിയോ വേണം കമന്റ് ചെയ്താൽ മതി, ഏത് മണി പ്ലാന്റ് വെച്ചപ്പോഴാണെന്നുള്ള കാര്യം. ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് കുറച്ച് ദോഷം വന്നിട്ടുള്ളൂ, അല്ലാതെ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് ഉയർച്ച മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരിക്കൽ നിങ്ങളോട് ഞാൻ വരച്ചതുപോലെ ഉത്തമ ചുറ്റളവിൽ തന്നെ വരച്ച് വീടെടുക്കണമെന്ന് ഒരു കാലത്തും പറയില്ല. പിന്നെ ഞങ്ങളെ റൂമൊക്കെ മരണ ചുറ്റളവിലാണ്. അപ്പൊ എന്താ മരണ ചുറ്റളവ്, അതുകൊണ്ട് തന്നെ ദോഷം ഉണ്ടെന്ന കാര്യമൊക്കെ ഞാൻ വരുന്ന വീഡിയോയിലൂടെ നിങ്ങളോട് പറയാം. അപ്പം സംഗതി ഇതാണ്, ഞങ്ങൾ എന്തുകൊണ്ടാണ് 2 മധ്യസൂത്രം ഒരു വീടിന് ഇട്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ യമസൂത്രവും ഈ വീടിനുണ്ട്, കർണസൂത്രവും ഉണ്ട്. യമസൂത്രം ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ യമദേവൻ ഇവിടെ ബ്ലോക്കായിട്ട് ഞങ്ങളെ വീടിനൊരു ദുരിതം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എന്ത് പണിയെടുത്തു, തെക്ക് നിന്ന് മൊത്തം വീടിന്റെ വീതിയുടെ പകുതി തെക്ക് ഭാഗത്തു നിന്ന് നേർക്ക് വടക്കോട്ടേക്ക് ഞാനൊരു ഹോളല്ല ഇട്ട് കൊടുത്തത്. അവിടെ ബ്ലോക്ക് വരുമ്പോൾ അപ്പൊ ഞാൻ തെക്ക് ഭാഗത്തും പർഗോള, ആ ഒരു ചുമര് കംപ്ലീറ്റ് പർഗോള കൊടുത്തു. അതുപോലെ തന്നെ വടക്കോട്ടേക്കും ഫുൾ പർഗോള കൊടുത്തു. അപ്പൊ പർഗോളന്റെ ഏത് ഹോൾ കൂട്ടെ യമദേവൻ പാസ് ചെയ്ത് പോയിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവിടെ യമസൂത്രവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺ ടു കോണായിട്ട് കർണസൂത്രവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് മനസ്സിന് സന്തോഷമാണ്, ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ അതായിരിക്കാം വാസ്തുശാസ്ത്രത്തിലെ ഞാൻ വിശ്വസിച്ച കാര്യങ്ങൾ അതുപോലെ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കാം എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടായിരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. അതല്ല ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ അയ്യോ ഇവിടെ കാര്യങ്ങൾ പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. ഭയങ്കര പോസിറ്റീവ് എനർജി. കാരണം വീട്ടിൽ ഒരുപാട് വെളിച്ചവും, ഈ നിങ്ങൾക്കറിയാലോ പർഗോള, ഒരു ചുമര് കംപ്ലീറ്റ് പർഗോളയൊക്കെ ആകുമ്പോൾ ഭയങ്കര വെളിച്ചമായിരിക്കും, നാച്ചുറൽ ലൈറ്റ്. അതുപോലെ തന്നെ കോട്ടിയാട് മുകളിലൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും പറയും. പിന്നെ വീട്ടിനുള്ളിലൊക്കെ പച്ചപ്പ്, നമ്മുടെ ഹരിതാപം പച്ചപ്പും കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് കുളിർമയാണല്ലോ. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ആൾക്കാർ പറഞ്ഞത് ഇവിടെ വരുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി, മനസ്സിന് നല്ലൊരു സ്വസ്ഥത ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും അയ്യോ ഞാൻ വരച്ച പ്ലാന്റെ ഗുണമായിരിക്കുമോ, വാസ്തുശാസ്ത്രം നോക്കിയത് കൊണ്ടായിരിക്കും എന്നുള്ളൊരു സന്തോഷം എനിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിങ്ങളെ വീടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇടാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വാസ്തുശാസ്ത്രത്തിൽ പഠിച്ച അതേ കാര്യങ്ങൾ നിങ്ങളോട് ഛർദ്ദിക്കില്ല. ഞാൻ വീഡിയോ ഇടുന്നുണ്ട് തന്നെ എനിക്ക് അനുഭവം അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർക്കും എൻ്റെ ചുറ്റുവട്ടത്തിലുള്ളവർക്കുള്ള അനുഭവങ്ങൾ ഈ ഞാൻ പഠിച്ച ഈ ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വീഡിയോ ഇടുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ ആന കുതിര എന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാൻ അങ്ങനത്തെ വീഡിയോ പ്രതീക്ഷിക്കേണ്ട. ഒരുപാട് വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. അവരിങ്ങനെ ഒരാൾ ചോദ്യം ചെയ്യും, സാർ മരണച്ചിട്ടുള്ള വീട്ടിൽ താമസിച്ചത് കൊണ്ടാണോ എനിക്ക് ഇങ്ങനെ മുടി കൊഴിയുന്നതൊക്കെ ചോദിക്കും. അപ്പോൾ തന്നെ അതിൻ്റെ വിദഗ്ധർ പറയുന്നത് കേൾക്കാം, അതെ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിന് ഒരു 3 ഇഞ്ച് മുന്നോട്ട് കൂട്ടിയെടുക്കുക, 2.5 ഇഞ്ച് തെക്കോട്ട് കൂട്ടിയെടുത്ത്
അവിടെ മുട്ടിക്കും ഇവിടെ മുട്ടിക്കും അല്ല അല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് തലയൊക്കെ കഷണ്ടി വരുന്നതെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടല്ല, അതൊക്കെ അവരെ നമ്മളെ കയ്യിൽ നിന്നും പൈസ പോക്കും അവർക്കും പൈസ കിട്ടുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പ്ലാൻ പോസ്റ്റ് ചെയ്തപ്പോൾ പലരും എന്നെ പലതും പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു. മദ്യസൂത്രം കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് നട്ടല്ലില്ലാത്തൊരു മനുഷ്യന്റെ അവസ്ഥയായിരിക്കും നിങ്ങളുടെ വീട് എന്നൊക്കെ പറഞ്ഞ് പലരും പേടിപ്പിച്ചിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ മദ്യസൂത്രം കാരണം നമുക്ക് എന്തെങ്കിലും ഈ നട്ടില്ലാത്ത അവസ്ഥ വരുന്നുള്ള കാര്യത്തിൽ തോന്നുന്നില്ല. നമുക്ക് വീട്ടിൽ മൊത്തത്തിൽ ഈ എയറൊക്കെ കുടുങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥത, ഒരു എപ്പോഴും നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ മദ്യസൂത്രത്തിനെ കൊണ്ട്. പക്ഷേങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മളെ ഈ മദ്യസൂത്രം പോകുന്നിടത്ത് നമ്മൾ ടോയ്ലറ്റ് ഒന്നും അത് വെക്കുകയും ചെയ്യരുത്. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മദ്യസൂത്രം എന്ന് പറയുന്നത് ഈ നട്ടല്ലാത്ത ഗൃഹനാഥന്റെ അവസ്ഥയെന്ന് പറയുന്നതും ശരിയാണ്. കാരണം മദ്യസൂത്രം പോകുന്നിടത്തേക്ക് നമ്മൾ ടോയ്ലറ്റ് വെക്കുന്നവരൊക്കെ വീട് പണിയെടുക്കുന്ന സമയത്ത് തന്നെ മരണപ്പെട്ടതായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ 3-4 സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഈ മദ്യസൂത്രം എന്ന് പറയുന്നത് വെറും എയറിന് പാസ് ചെയ്യാനുള്ള ഒന്നല്ല. അത് ഈ ലക്ഷ്മി ദേവിക്കോ അവർ പറയുന്ന പോലെ, വാസ്തുശാസ്ത്ര വിദഗ്ധർ പറയുന്ന പോലെ ലക്ഷ്മി ദേവിക്ക് പാസ് ചെയ്ത് പോകാനുള്ള ഒരു ഏരിയ തന്നെയായിരുന്നെന്ന് ഓരോരുത്തർ മരണപ്പെടുമ്പോൾ, വീട് പണിയെടുക്കുന്ന സമയത്ത് തന്നെ മരണപ്പെടുന്ന കാണുമ്പോൾ നമ്മൾക്ക് അതും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? ബുക്കിൽ പറയുന്നതാണോ, അവർ പറയുന്നതാണോ, നമ്മൾ അനുഭവത്തിൽ നിന്നുള്ളതാണോ? അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് മദ്യസൂത്രം എയർ പാസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോള് മാത്രമല്ല എന്ന് കൂടി ഞാൻ പറയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിങ്ങളെ വീടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇടാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വാസ്തുശാസ്ത്രത്തിൽ പഠിച്ച അതേ കാര്യങ്ങൾ നിങ്ങളോട് ഛർദ്ദിക്കില്ല. ഞാൻ വീഡിയോ ഇടുന്നുണ്ട് തന്നെ എനിക്ക് അനുഭവം അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർക്കും എൻ്റെ ചുറ്റുവട്ടത്തിലുള്ളവർക്കുള്ള അനുഭവങ്ങൾ ഈ ഞാൻ പഠിച്ച ഈ ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വീഡിയോ ഇടുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ ആന കുതിര എന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാൻ അങ്ങനത്തെ വീഡിയോ പ്രതീക്ഷിക്കേണ്ട. ഒരുപാട് വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. അവരിങ്ങനെ ഒരാൾ ചോദ്യം ചെയ്യും, സാർ മരണച്ചിട്ടുള്ള വീട്ടിൽ താമസിച്ചത് കൊണ്ടാണോ എനിക്ക് ഇങ്ങനെ മുടി കൊഴിയുന്നതൊക്കെ ചോദിക്കും. അപ്പോൾ തന്നെ അതിൻ്റെ വിദഗ്ധർ പറയുന്നത് കേൾക്കാം, അതെ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിന് ഒരു 3 ഇഞ്ച് മുന്നോട്ട് കൂട്ടിയെടുക്കുക, 2.5 ഇഞ്ച് തെക്കോട്ട് കൂട്ടിയെടുത്ത് അവിടെ മുട്ടിക്കും ഇവിടെ മുട്ടിക്കും അല്ല അല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് തലയൊക്കെ കഷണ്ടി വരുന്നതെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടല്ല, അതൊക്കെ അവരെ നമ്മളെ കയ്യിൽ നിന്നും പൈസ പോക്കും അവർക്കും പൈസ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.